ഇൻസൈഡ് ഔട്ട് 2 ഈസ് സൂപ്പർ കൂൾ. ഇറ്റ്സ് എ റിയലി ഗുഡ് ഫിലിം. ആദ്യത്തെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു പ്ലോട്ടിനെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ആനിമേറ്റഡ് മൂവി ആയിരുന്നു. നല്ല ഒരു ഡിസ്നി പിക്സാർ മൂവി കൂടിയായിരുന്നു നമ്മുടെ ആദ്യത്തെ ഇൻസൈഡ് ഔട്ട്. സോ അതിൻ്റെ ഒരു സീക്വൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പടത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് തന്നെ ആദ്യം ഞാൻ വിചാരിച്ചു, ഇത് അനൗൺസ് ചെയ്ത സമയം മുതലേ. കാരണം അത് നല്ലൊരു ഗംഭീര പടമാണ്. വലിച്ചു നീട്ടി വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇറക്കുന്ന ഒരു സീക്വൽ എന്ന് വിചാരിച്ചാണ് അത് കണ്ടത്. പക്ഷേ ദിസ് മൂവി ഈസ് റിയലി ഡിസർവിങ്. ഈ ഒരു പ്ലോട്ട് ഈസ് റിയലി ഡിസർവിങ്. കാരണം ആ ഒരു ക്യാരക്ടറിൻ്റെ എവല്യൂഷൻ പോലെ തന്നെയാണ് ഈ ഒരു പടത്തിൻ്റെ എവല്യൂഷൻ. അവർ എന്താണ് അവിടെ നമ്മൾ കണ്ടത് അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ്. സോ റൈലു എന്നൊരു ക്യാരക്ടറിൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡ് ഏജിലുള്ള സാധനങ്ങളാണ് നമ്മൾ ഇൻസൈഡ് ഔട്ട് 1 കണ്ടതെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടീനേജ് പ്രായത്തിലേക്ക് കടക്കുന്ന ഈ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസ്, അതിലുണ്ടാകുന്ന കുറേ കോൺഫ്ലിക്ട്സുകളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി എൻ്റർടൈനിങ്. ആകെ ഒരു 1.5 മണിക്കൂറുള്ള പടം, ഗംഭീര സ്ക്രീൻ പ്ലേ ആണ്. പടാന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പോകും. സോ ഒരു സ്ഥലത്ത് ഒരു മിനിറ്റ് പോലും നമുക്ക് അനാവശ്യമായിട്ട് തോന്നില്ല, ഒരു ഡയലോഗ് പോലും അനാവശ്യമായിട്ട് തോന്നില്ല. ഒരു നമ്മൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ ഇരുന്ന് കണ്ടുപോകുന്ന അത്രയും ഗംഭീരമായിട്ടുള്ളൊരു മേക്കിംഗ് ഉള്ളൊരു മൂവി. ആൻഡ് 1 മികച്ചത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഡയറക്റ്റ് സീക്വൽ നമ്മളിപ്പോൾ ഒരു 2 പാർട്ട് മൂവി കണ്ടെങ്ങനെ ഉണ്ടാവും ആ രീതിക്കാണ് ഇത് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് പെറ്റിയ ഡോക്ടർ അല്ല ഈ സിനിമയുടെ സംവിധാനം ചെയ്തിട്ടുള്ളത്, ആദ്യത്തെ ഡയറക്ടർ. അതൊക്കെ കൂടുന്ന തന്നെയായിരുന്നു എനിക്ക് ഈ സിനിമയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്നത്. ഈ സിനിമയെ പറ്റി ഞാൻ ഒരിക്കൽ ഐ തിങ്ക് എവിടെ ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല. ജസ്റ്റ് റിലീസ് ഉണ്ടെന്ന് മാത്രം ആ ഒരു റിലീസ് ഷെഡ്യൂൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. കാരണം ഞാൻ തീരെ പ്രതീക്ഷ വയ്ക്കാത്തൊരു സിനിമയായിരുന്നു. ബട്ട് ദിസ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി എ വെരി ഗുഡ് ഫിലിം. ആൻഡ് ഈ സിനിമയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പുതിയ കുറേ ഇമോഷൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ മെയിനായിട്ടുള്ള ആ ഒരു 5 ഇമോഷൻസ് കൂടാതെ വരുന്ന ആ ഒരു ഇമോഷൻസിലൊക്കെ തന്നെ നമ്മുടെ ലൈഫിലൊക്കെ എങ്ങനെയാണ് നമുക്ക് ഓരോ റോളുള്ളത്, അതേപോലെ തന്നെ ആ ഒരു ഇമോഷൻസ് ആ ഒരു പർട്ടിക്കുലർ ഏജ് ടൈമിൽ മാത്രം വന്ന് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു സ്റ്റേജ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കിഡിലിനാണ്. ഇതിൽ ഇടയ്ക്ക് നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കയറി വരും. അതിന് സമയമായിട്ടില്ല, ഒരു 10 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് ഇനി അത് കയറി വരിക എന്നൊക്കെ പറയുന്ന സമയത്ത് ആൻഡ് അവരെ തിരിച്ചയക്കും. ഇങ്ങനെ കുറേ കോർ ഇമോഷൻസ് അതിന് വെച്ചിട്ടൊരു പടം ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പുതുമയാർന്നൊരു കോൺസെപ്റ്റാണ്. സോ അതിൽ നമ്മൾ ആ ഒരു ഫ്രഷ്നെസ് കണ്ടു ഫസ്റ്റ് പടത്തിൽ. അതേ ഫ്രഷ്നെസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നു. കാരണം ഇതിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കുറേ ഇമോഷൻസ് കയറി വരുന്നുണ്ട്. സോ അവർക്കൊക്കെ ഓരോ റോൾസ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഒരു ചെറിയ കുട്ടിയുടെ ഒരു ചൈൽഡ്ഹുഡ് ടു ടീനേജ് ആ ഒരു ഗ്യാപ്പിൽ നടക്കുന്ന ഇവൻസിനെ ബാധിക്കുന്നത് എന്നാണ് സിനിമ കാണിച്ചു പോകുന്നത്. ആൻഡ് ഇത് കൂടാതെ റൈലിയെ കൂടാതെ ഈ റൈലിയുടെ പാരൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സോ അവരുടെയൊക്കെ തന്നെ ഇമോഷൻസിലേക്ക് അല്ലെങ്കിൽ അവരുടെയൊക്കെ തന്നെ ഹെഡിലേക്ക് ഇത് കയറി കിടക്കുന്നുണ്ട്. സോ അവരുടെ ഇമോഷൻസ് എന്താണ്, അവരുടെ ഉള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഈ സിനിമ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. സോ അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഈ ഒരു ക്യാരക്ടറിന് മാത്രം ഫോക്കസ് ചെയ്ത് വെക്കാതെ ബാക്കിയുള്ള ഇപ്പോൾ അതിൽ തന്നെ കുറേ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റൈലിയുടെ അമ്മയാണെങ്കിൽ അമ്മയുടെ ഒരു പാനൽ അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ ചെയ്യണത് അതിലെ സാഡ്നെസ് എന്ന് പറയുന്നൊരു ഇമോഷനാണ്. ഇപ്പോൾ റൈലിയുടെ ആണെങ്കിൽ ജോയ് ആണ്. ഇതുപോലെ റൈലിയുടെ ഫാദറുടെ ആണെങ്കിൽ ആങ്കർ എന്ന് പറഞ്ഞ ഇമോഷനാണ് മൊത്തത്തിലെ മൂപ്പരെ കൺട്രോൾ ചെയ്യുന്നത്. ഈ രീതിക്ക് ഓരോ ഏജ് ഗ്രൂപ്പ് കഴിയുമ്പോൾ ഇവരുടെ കൺട്രോൾ മുഴുവനായിട്ട് ഈ ഒരു ഇമോഷൻ ഏറ്റെടുക്കുകയും പിന്നീട് അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നതൊക്കെ പറഞ്ഞ് ആലോചിച്ചിട്ട് എടുക്കുന്ന ആ ഒരു പ്ലോട്ട് ഗംഭീരമാണ് ഈ പടത്തിൻ്റെ. അതുകൊണ്ട് തന്നെ ആദ്യ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ടിന് ധൈര്യമായിട്ട് കയറാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത്. അല്ലാതെ കണ്ടാൽ നിങ്ങൾക്കിത് ഇതിൻ്റെ ഒരു തീമും ഇതിൻ്റെ ഒരു വേൾഡ് ബിൽഡിംഗ് ഒന്നും പെട്ടെന്ന് മനസ്സിലാവാൻ സാധ്യതയില്ല. കാരണം അതിലാണ് കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ്. സോ ആ ഒരു വേൾഡിൽ നടക്കുന്ന കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ, അതിനിടയിൽ നടക്കുന്ന ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കാത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ടിൽ കയറുക. ആൻഡ് ഇതിൽ എനിക്ക് ആകെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നിയത് ഇതിൽ അനാവശ്യമായിട്ടുള്ള 3D ആണ്. ഈ പടം ഞാൻ 3Dയിലാണ് കണ്ടത്. ഒരൊറ്റ സീനിൽ പോലും ഒരു 3D എഫക്റ്റ് എനിക്ക് കിട്ടിയില്ല. തിയേറ്ററിൻ്റെ അല്ല, എനിക്ക് തോന്നുന്നു ആ പടത്തിലില്ല. ഒരു കാര്യമില്ലാണ്ട് വെറുതെ ഒരു 3D സെറ്റപ്പ് സിനിമയ്ക്ക് ചെയ്ത പോലെ തോന്നി. സോ അത് മാത്രമാണ് എനിക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായത്. ഇത് 3D അല്ലാതെ 2D ഇവിടെ കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ലിമിറ്റഡ് തിയേറ്റേഴ്സും സ്ക്രീൻസും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഫസ്റ്റ് പാർട്ട് കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി ഒരു വട്ടം കണ്ടു നോക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. ഇതൊരു കുട്ടികളുടെ മൂവി അല്ല. കുറേ പേർക്ക് കുട്ടികളും കയറ്റി വരുന്നത് കണ്ടു. കുട്ടികൾക്കും കാണാം, പക്ഷേ എല്ലാ ഏജ് ഗ്രൂപ്പിനും കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. അങ്ങനത്തെ തരത്തിലുള്ള ഒരു അത്രയും വാല്യൂ ഉള്ള അല്ലെങ്കിൽ അത്രയും കോർ ഇമോഷൻസ് ഉള്ള കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നൊരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളുടെ പടം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ടുപോക്കുക. ഓൾറെഡി ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.